റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞ ബുക്കിലെ റോബർട്ട് കിയോസാക്കി പറയുന്ന 8ാമത്തെ ലെസൺ, പേ യുവർ സെൽഫ് ഫസ്റ്റ്. അത് നമ്മുടെ നാട്ടിലൊരു ശീലമുള്ള കാര്യമല്ല അല്ലേ. പ്രത്യേകിച്ച് ഒരു കമ്പനി നടത്തുന്ന ആളാണെന്ന് വിചാരിച്ചോ, അയാൾക്ക് വേണ്ടിയിട്ട് സാലറി എടുക്കുന്ന ഒരു ശീലം ഇവിടെ നമുക്കില്ല. നമ്മളൊന്നും നമുക്ക് ആദ്യം ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് അറിയോ? ഉദാഹരണമായിട്ട് പറയാം, എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ താല്പര്യം ഉണ്ടാവും. പക്ഷേ ഒരു മാസം കിട്ടുന്ന സാലറി അല്ലെങ്കിൽ എമൗണ്ട് വന്നതിന് ശേഷം എല്ലാ ചെലവും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മാത്രം എടുത്തിട്ടാണ് അവർ ഈ പറയുന്ന ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പോകുന്നത്. അപ്പോൾ ഒന്നും ഉണ്ടാവില്ല ബാക്കി. ഇപ്പോൾ ഒരു ഫാർമർ ഒരു നെല്ല് കൃഷി ചെയ്യുന്ന ഒരാളാന്ന് വിചാരിച്ചോ, ആള് ഒരു തവണ കൊയ്ത്ത് കഴിയുമ്പോൾ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പുറത്തുനിന്ന് നെല്ലെടുത്ത് ആൾ മാറ്റി വെക്കില്ലേ, എന്ത് പറയുന്നത്, വിത്തിന് വേണ്ടിയിട്ടാന്ന് പറയും അടുത്ത വർഷത്തേക്ക് അല്ലേ. അത് അയാൾ മാറ്റി വയ്ക്കാതെ അയാൾ ആവശ്യമുള്ളത് മുഴുവനും ആൾക്കാർ മുഴുവൻ കൊടുത്ത് ചിലവൊക്കെ കഴിഞ്ഞ ശേഷം അവസാനമുള്ളത് ബാക്കിയല്ല ഒരു വിത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ടാവും. ഈ ഒരു ശീലം നമ്മളും പാലിക്കേണ്ടതാണ്. നമുക്ക് എന്ത് രീതിയിലുള്ള ഇൻകം കിട്ടിയാലും അതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു 20% മാറ്റി വയ്ക്കാൻ നമ്മൾ ശീലിക്കണം. നമ്മൾ ഫോറിൻ ബിസിനസ് ക്ലബിലേക്ക് വരുന്ന ആൾക്കാരെ മുഴുവൻ നമ്മളത് ട്രെയിൻ ചെയ്യാറുണ്ട്. ആ പൈസ കൃത്യമായിട്ട് സേവ് ചെയ്ത് ഒരു എമർജൻസി ഫണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടോ അത് കൃത്യമായിട്ട് മാറ്റി വയ്ക്കാനുള്ള ശീലം നിങ്ങൾ തുടങ്ങാൻ പറ്റും. ഓക്കെ, എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്, ഈ വീഡിയോ കണ്ടിരിക്കുന്ന എത്ര പേര് എല്ലാ മാസവും കൃത്യമായിട്ട് സേവിങ്സിന് വേണ്ടിയിട്ട് ഫണ്ട് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്? ഇല്ലെങ്കിൽ ഇല്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാത്തത് കൂടി ഒന്ന് കമന്റിൽ അടിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ലെസണുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.